യാത്രകളോളം മനുഷ്യൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയ വേറൊരു സംഗതിയില്ല അല്ലേ? നിങ്ങൾ എത്ര യാത്ര ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആയിട്ട് മാറും. Hey all, September 27th, World Tourism Day. Let's see some PSC questions about tourism. കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം? ഉത്തരം കുമ്പളങ്ങി, എറണാകുളം. വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം? ഉത്തരം മാഡ്രിഡ്, സ്പെയിൻ. അന്താരാഷ്ട്ര ടൂറിസം വർഷമായി ആചരിച്ചത് ഏത് വർഷം? ഉത്തരം 1967. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച്? ഉത്തരം മറീന ബീച്ച്, ചെന്നൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹാക്ഷേത്രം? ഉത്തരം എല്ലോറ, മഹാരാഷ്ട്ര. കേരളത്തിലെ ഏത് ജില്ലയിലാണ് പെരിയാർ വന്യമൃഗ സങ്കേതം ഉള്ളത്? ഉത്തരം ഇടുക്കി. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശീതകാല തലസ്ഥാനമായും വേനൽക്കാല തലസ്ഥാനമായും അറിയപ്പെടുന്നത്? ഉത്തരം ജമ്മു കാശ്മീർ. മലയാളത്തിലെ ആദ്യ യാത്രാവിവരണ ഗ്രന്ഥം? ഉത്തരം വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം പാറേമാക്കൽ തോമാ കത്തനാർ. സഞ്ചാരികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന സഞ്ചാരി? ഉത്തരം മാർക്കോ പോളോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം? ഉത്തരം ജോഗ് വെള്ളച്ചാട്ടം. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര. കേരളത്തെ കൂടാതെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിപ്പേരുള്ള രാജ്യം? ഉത്തരം ന്യൂസിലാൻഡ്. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ലൂവ്ർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ? ഉത്തരം പാരീസ്, ഫ്രാൻസ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്ന നഗരം? ഉത്തരം ബാങ്കോക്ക്. കേരളത്തിലെ ഒരു പരിസ്ഥിതി ടൂറിസ്റ്റ് കേന്ദ്രം? ഉത്തരം തേന്മല. സഞ്ചാരികളുടെ പ്രദേശം എന്നറിയപ്പെടുന്ന പ്രദേശം? ഉത്തരം കാശ്മീർ. ഓർക്കിഡുകളുടെ പറുദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം അരുണാചൽ പ്രദേശ്. കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം വാഗമൺ. ദേശീയ വിനോദസഞ്ചാര ദിനം? ഉത്തരം ജനുവരി 25. ഇന്ത്യൻ ടൂറിസത്തിൻ്റെ പരസ്യവാചകം? ഉത്തരം ഇൻക്രെഡിബിൾ ഇന്ത്യ. സ്കൂൾ ഓഫ് ടൂറിസം സ്റ്റഡീസ് ആരംഭിച്ച യൂണിവേഴ്സിറ്റി? ഉത്തരം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. പാരീസ് ഓഫ് കേരള എന്ന് വിളിക്കപ്പെട്ട സ്ഥലം? ഉത്തരം തലശ്ശേരി.